എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ പെർമനൻ്റ് ആയിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ തന്നെയായിട്ടൊരു 3 ഡോട്ട്സ് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് താഴെ തന്നെയായിട്ട് പോയി കഴിയുമ്പോൾ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴെ തന്നെയായിട്ട് വേറൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി. അപ്പോൾ ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസിയുടെ ഒരു പേജ് പോലെ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ തന്നെയായിട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അക്കൗണ്ട് സെറ്റിങ്സ്, നമ്മുടെ അക്കൗണ്ടിൻ്റെ സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് ഒന്ന് താഴത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഈ ഒരു നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു പേജിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 3 ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡീആക്ടിവേഷൻ ആൻഡ് ഡിലീഷൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആയി കഴിയുമ്പോൾ ഡീആക്ടിവേഷൻ ആൻഡ് ഡിലീഷൻ എന്ന് പറഞ്ഞൊരു പേജ് പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഡീആക്ടിവേറ്റ് അക്കൗണ്ട്. അപ്പോൾ നിങ്ങളുടെ ടെമ്പററി ആയിട്ട് നിങ്ങൾ ഡിസേബിൾ ഇടാൻ വേണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട്, അതുമല്ലെങ്കിൽ ഡിലീറ്റ് അക്കൗണ്ട്, നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിലീറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് താഴെ നമുക്ക് ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ ഒരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ ടു അക്കൗണ്ട് ഡിലീഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ അക്കൗണ്ട് ഡിലീഷൻ എന്ന് പറഞ്ഞൊരു പിന്നെയും ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് എന്തുകൊണ്ടാണോ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളവിടെ ഒരു ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ടിക്ക് ചെയ്യണ്ടെങ്കിൽ കണ്ടിന്യൂ ടു അക്കൗണ്ട് ഡിലീഷൻ, ഞാനിപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ കണ്ടിന്യൂ ടു അക്കൗണ്ട് ഡിലീഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അക്കൗണ്ട് ഡിലീഷൻ എന്ന് പറഞ്ഞ പേജിൽ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് താഴെ തന്നെയായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കൺഫേം ഡിലീഷൻ, അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു പേജിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൺഫേം ദിസ് യുവർ അക്കൗണ്ട് ബിഫോർ യുവർ പെർമനൻ്റ്ലി ഡിലീറ്റ് യുവർ അക്കൗണ്ട് പ്ലീസ് എൻ്റർ യുവർ പാസ്വേഡ്. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങളൊരു പാസ്വേഡ് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പാസ്വേഡ് കൃത്യമായി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ പാസ്വേഡ് ഇവിടെ അടിക്കുകയാണ്. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ എന്ന് അടിക്കാം. കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൺഫേം പെർമനൻറ്റ് അക്കൗണ്ട് ഡിലീഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താഴെ ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നതായിരിക്കും, പ്ലീസ് ലോഗിൻ അഗെയിൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോസുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ